കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. എല്ലാവരോടും നന്ദി. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് നിരീക്ഷിച്ചുകൊണ്ട് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി NA ജോർജാണ് ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത്. പ്രതിയായ ചെന്താമര ഒരു കൊടും ക്രൂരനാണെന്നും ഇയാൾക്ക് യാതൊരുവിധ മാനസാന്തരത്തിനോ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനോ ഉള്ള സാധ്യതയില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായി. വധശിക്ഷയ്ക്ക് പുറമെ പ്രതിക്ക് 20 ലക്ഷം രൂപ പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്. ഈ തുക കൊല്ലപ്പെട്ട സുധാകരൻ സജിത ദമ്പതികളുടെ അനാഥരായ മക്കൾക്ക് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പിഴ ഒടുക്കാതിരുന്നാൽ പ്രതി 3 വർഷം കൂടി അധിക തടവ് അനുഭവിക്കേണ്ടി വരും. സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള കടുത്ത മുൻവൈരാഗ്യവും അന്ധവിശ്വാസവുമാണ് ഈ ദാരുണമായ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കടുത്ത അന്ധവിശ്വാസിയായ ചെന്താമരയുടെ ഭാര്യ ഇയാളിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു. ഇതിന് കാരണം അയൽവാസിയായ സജിതയുടെ കുടുംബമാണെന്ന് പ്രതി അടിയുറച്ച് വിശ്വസിക്കുകയും ആ കുടുംബത്തെ മുഴുവനായി ഇല്ലാതാക്കാൻ പദ്ധതിയിടുകയുമായിരുന്നു. ഇതിന്റെ ആദ്യപടിയായി 2019 ഓഗസ്റ്റ് 31 ചെന്താമര സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ 2025 ഒക്ടോബറിൽ കോടതി പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ ഈ കേസിലെ വിചാരണാ നടപടികൾക്കിടെ ജാമ്യത്തിലിറങ്ങിയ പ്രതി തന്റെ ക്രൂരമായ പ്രതികാരം പൂർത്തിയാക്കാൻ വീണ്ടും പദ്ധതിയിടുകയായിരുന്നു. തുടർന്ന് 2025 ജനുവരി 27 ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് നെന്മാറയിലെത്തിയ പ്രതി സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മി അമ്മയെയും വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം അടുത്തുള്ള വനപ്രദേശത്തേക്ക് ഓടിമറങ്ങിയ പ്രതിക്കായി പോലീസും നാട്ടുകാരും 36 മണിക്കൂറോളം നീണ്ട ഊർജിത തിരച്ചിലാണെന്ന് നടത്തിയത്. ഒടുവിൽ നാടകീയമായി പോലീസ് പിടിയിലായപ്പോഴും യാതൊരുവിധ പശ്ചാത്താപവുമില്ലാതെ തനിക്ക് വിശക്കുന്നുവെന്നും ചിക്കൻ കൂട്ടി ഭക്ഷണം വേണമെന്നുമായിരുന്നു പ്രതി ആവശ്യപ്പെട്ടത്. പ്രതിക്ക് 62 വയസ്സുണ്ടെന്നും അതിനായി പ്രായത്തിന്റെ ആനുകൂല്യം നൽകി വധശിക്ഷ ഒഴിവാക്കണമെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. പ്രതിക്ക് മാനസിക സമ്മർദ്ദമുണ്ടെന്നും ഭാവിയിൽ മനപരിവർത്തനത്തിന് സാധ്യതയുണ്ടെന്നുമുള്ള നിയമസഹായ വേദിയുടെ റിപ്പോർട്ടും പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. കൊലപാതകത്തിന് ശേഷം പ്രതി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന വാദവും അവർ ഉന്നയിച്ചിരുന്നു. അതിയായ സന്തോഷമുണ്ട്. കേരള സമൂഹത്തിന് ഒരു നെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അതിന് അർഹമായ ശിക്ഷ കിട്ടി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഇത്ര കൊലപാതകം നടത്തിയിട്ട് വെറുതെ ഒരാൾ പോകാൻ പാടില്ല. അത് സമൂഹത്തിന് ഒരു റോങ് സിഗ്നലാണ് പോവുക. അതുകൊണ്ടാണ് ഇയാൾ ഹാങ് ചെയ്യണതെന്നുള്ളതടക്കം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചെന്താമര വിഷം കഴിച്ചതിനോ ആത്മഹത്യാശ്രമം നടത്തിയതിനോ യാതൊരുവിധ തെളിവുമില്ലെന്ന് കോടതി വ്യക്തമാക്കി. പ്രതിക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്നും ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ അഥവാ സ്ഥിരം കുറ്റവാളിയാണെന്നും കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് നിയമപരമായി ലഭിക്കാറുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങൾക്കും പ്രതി അർഹനുമല്ല. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷവും കൊലപാതക ന്യായീകരണവുമായി ഇരകളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് ഇനിയും കൊലപ്പെടുത്തുമെന്ന് കോടതിയിൽ വെച്ച് കൊലവിളി നടത്തുകയും ചെയ്ത പ്രതിയുടെ ധിക്കാരപരമായ സമീപനവും വിധിന്യായത്തിൽ കോടതി പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ ഗാന്ധിയല്ലെന്നും തനിക്കെതിരെ വരുന്നവരുടെ ജീവൻ എടുക്കുമെന്നുമുള്ള പ്രതിയുടെ പരാമർശങ്ങൾ ഇയാൾ എത്രത്തോളം വലിയ ഭീഷണിയാണെന്ന് വ്യക്തമാക്കുന്നതാണെന്നും കോടതി പറഞ്ഞു. ഈ കേസിൽ ChatGPT ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു പ്രതിഭാഗം വക്കീൽ. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റി. പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്ന് തന്നെ അതായത് പ്രതീക്ഷിച്ചിരുന്നു. 2025 ഫെബ്രുവരി 3 നമ്മുടെ പാലക്കാട് DPOയിൽ വെച്ച് ഹരിശങ്കർ സാറ് പഴയ DIG സാറ് ഒരു മോക്ക് ട്രയൽ നടത്തിയിരുന്നു. അതായത് അദ്ദേഹം പ്രതിഭാഗം വക്കീലും പിന്നെ പഴയ SP അജിത് കുമാർ സാറ് ജഡ്ജിയും ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ. അന്ന് അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതലൊന്നും ഇവിടെ ചോദിച്ചില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾക്കനുസൃതമായിട്ട് ഞങ്ങൾക്ക് മുന്നൊരുക്കം നടത്തിയിരുന്നു. ട്രയലിനടക്കം മുന്നൊരുക്കം നടത്തിയിരുന്നു. പിന്നെ നമ്മുടെ പ്രോസിക്യൂഷൻ വിങ്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സുഹൃത്ത് രമേശനാണ് SI. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പ്രോസിക്യൂഷൻ വിങ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോസിക്യൂഷൻ വിങ്ങാണ്. നമ്മുടെ പഴയ SP വിശ്വനാഥൻ സാർ ഇരിക്കുന്ന കാലം തൊട്ട്. അപ്പോൾ കറക്റ്റ് സാക്ഷികളെ സ്ഥലത്തെത്തിക്കാനും അവരെ കൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ പഠിപ്പിക്കാനും പിന്നെ നമ്മുടെ ഈ എയ്ഡ് പ്രോസിക്യൂഷൻ്റെ ജനപ്രസാദ്, നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയകുമാർ സാറ്, അതുകൂടാതെ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പഴയ നമ്മുടെ ജില്ലാ പ്രോസിക്യൂട്ടർ അനിൽകുമാർ സാർ അവരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നന്നായി സഹായിച്ചിരുന്നു. നാല് സാക്ഷികൾ കൂറുമാറിയത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ചെന്താമരയുടെ ഏട്ടൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ ഒരു പൊന്നു എന്ന് പറഞ്ഞൊരു ചേച്ചി അവരുടെ അയൽവാസിയായിരുന്നത്, പിന്നെ ഗിരീഷ്. ഞങ്ങൾ 28-29 ദിവസം കൊണ്ട് ചാർജ് ഷീറ്റ് തയ്യാറാക്കിയെങ്കിലും ഈ നമുക്ക് ഐ വിറ്റ്നസസിനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ ഐ വിറ്റ്നസിനെ കണ്ടെത്താനായിട്ടാണ് അവസാനം ഗിരീഷിലേക്ക് എത്തിയത്. പക്ഷേ ഗിരീഷ് അന്ന് പറഞ്ഞെങ്കിലും പിന്നെ അദ്ദേഹം വന്ന് കോടതിയിൽ ഹോസ്റ്റൈലാവാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട സാക്ഷികളുടെ എല്ലാം തന്നെ 183 BNS പഴയ 164 CRPC പ്രകാരമുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവർ ഭാവിയിൽ എങ്ങാനും ഹോസ്റ്റൈലാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പഴയ SP അജിത് കുമാർ സാറിൻ്റെ ഒരു സൂത്രമായിരുന്നു ഇവരുടെ എല്ലാം ഗൂഗിൾ ടൈം ലൈൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അവരുടെ എല്ലാം മറ്റേ ഗൂഗിൾ ടൈം ലൈൻ എടുത്തതുകൊണ്ടും അതിലും ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു. അവരുടെ ഗ്രിഡ് റെഫറൻസിൽ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും വെച്ചിട്ടുള്ള കറക്റ്റ് അവരുടെ ലൊക്കേഷൻ കറക്റ്റ് ആ മാപ്പ് നമ്മൾ ബഹുമാനപ്പെട്ട കോടതി ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ലോങ് റണ്ണിൽ ട്രയലിൽ അധികം സമയം എടുക്കുകയാണെങ്കിൽ ഈ സാക്ഷികൾ കൂറുമാറാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം ഇതിനെ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇയാൾ ഇടം കയ്യാനാണോ വലം കയ്യാനാണോ അതിനുള്ള തെളിവുകൾ ശേഖരിച്ചിരുന്നു. പിന്നെ ഇദ്ദേഹം മറ്റേ മാനസികാരോഗ്യത്തിന് ചികിത്സ തേടിയിട്ടുണ്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റ്സ് നേരത്തെ നമ്മൾ വാങ്ങിച്ചിരുന്നു. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഇത് കൂടാതെ ഒരുപാട് ഓഫീസേഴ്സ് സാജൻ്റെ കൂടെയുള്ള പോലീസുകാർ ഈ പ്രതി വലങ്കയ്യൻ തന്നെയാണ് എന്നുള്ളതാണോ? അല്ല, ഇടങ്കയ്യനായിരുന്നു പ്രതി. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് ചോദിച്ച് എല്ലാം കറക്റ്റ് തെളിവുകൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ എല്ലാം പ്രത്യേകിച്ച് ഹരിശങ്കർ സാറിൻ്റെയും അജിത് കുമാർ സാറിൻ്റെയൊക്കെ കറക്റ്റ് മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെല്ലാം കൂടുതലായിട്ട് ഇത്രയും കറക്റ്റായിട്ട് 2025 മുതൽ ഈ കേസ് ഇത്രയും കൊടുക്കുന്നവർ ഇത്രയും കറക്റ്റായിട്ട് മീഡിയയ്ക്ക് ജനങ്ങളെ ബ്രീഫ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സംഭവമല്ല എന്തായാലും. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് കുറേയൊക്കെ ചീത്തപ്പേര് കേട്ടാലും മീഡിയ പോലീസിന് അധികം കുറ്റമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതിലും ഭയങ്കര സന്തോഷമുണ്ട്. സാഹചര്യ ശാസ്ത്രീയ തെളിവുകളുടെ സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് കോടതി പ്രതിക്ക് തൂക്കുകയർ വിധിച്ചത്. പ്രതിക്ക് തൂക്കുകയർ വിധിച്ച ഈ സുപ്രധാന വിധിന്യായം പുറത്തു വരുമ്പോഴും നീതി ലഭിക്കാൻ നമ്മൾ നൽകേണ്ടി വന്ന വില വളരെ വലുതാണ് എന്ന യാഥാർത്ഥ്യം ബാക്കിയാവുകയാണ്. ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം ഇത്രയും ക്രൂരനായ ഒരു പ്രതിക്ക് ജാമ്യം നൽകുന്നതിന് മുൻപ് നമ്മുടെ നിയമസുരക്ഷാ സംവിധാനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത കാട്ടിയിരുന്നെങ്കിൽ, ഈ കടുത്ത ശിക്ഷ നേരത്തെ തന്നെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ആ 2 നിരപരാധികളുടെ ജീവൻ ഇന്ന് നമുക്ക് നഷ്ടമാകില്ലായിരുന്നു. ഒരു വീഴ്ചയും വരുത്താത്ത ആ 2 ജീവനുകൾ അന്ന് സംരക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ആ പെൺകുട്ടികൾക്ക് ഇന്ന് മാതാപിതാക്കളുടെ തണൽ നഷ്ടപ്പെട്ട് അനാഥരാകേണ്ടി വരുമായിരുന്നില്ല. നിയമത്തിന്റെ പഴുതുകൾ അടച്ച് ഇത്തരം കൊടും കുറ്റവാളികളുടെ കാര്യത്തിൽ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും ഇനി മുൻകൂട്ടി തന്നെ കർശനമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന വലിയൊരു പാഠമാണ് ഈ ചോരക്കറ പുരണ്ട കേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.